कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शनम् रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे എല്ലാ പ്രാർത്ഥനകളും സമർപ്പിക്കുവാൻ, എല്ലാ വേദനകളും സമർപ്പിക്കുവാൻ ഈശ്വരമൂർത്തികൾ നമ്മോടൊപ്പമുണ്ട് എന്ന വിശ്വാസം ഭക്തന് എങ്ങനെ ആശ്വാസമാകുന്നുവോ അതുപോലെ ആശ്വാസകരമാണ് തൻ്റെ കർമ്മത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കുകയും അതിൽ വിജയം വരിക്കുകയും ചെയ്യുന്ന ഓരോരുത്തർക്കും ലഭിക്കുന്ന ആശ്വാസം. ഇന്ന് ശനിയാഴ്ച നാളാണ്. ആദിവ്യാധികൾ തീരുവാനെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാതത്തെ നമുക്ക് വരവേൽക്കാം. ഇന്ന് ആദിത്യൻ നൽകുന്ന ഈ അനുഗ്രഹത്തെ ഏറ്റുവാങ്ങുമ്പോൾ ഓർക്കുക, മനുഷ്യജീവിതം എന്നത് ക്ഷണനേരം കൊണ്ട് തീർന്നു പോകുന്നതാണ്. ഇവിടെ നമുക്ക് ചെയ്യുവാൻ ഒരുപാട് പ്രവർത്തിക്കുവാനുണ്ട്. തിന്മകൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാൾക്കെതിരെ ചിന്തിക്കുവാൻ വേണ്ടിയൊക്കെ മാറ്റിവെക്കുന്ന സമയത്തിൻ്റെ ഏറിയ പങ്കും നാം എടുത്ത് നമുക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി നന്മകൾ ചെയ്യുവാൻ, ഈ പ്രകൃതിക്കുതകുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയൊക്കെ ശ്രദ്ധിച്ചാൽ എത്ര നന്നാകുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ദിവസത്തിൻ്റെ കാഴ്ചകൾ ആരംഭിക്കാം. നമുക്ക് ആദ്യം അമ്മയുടെ വാക്കുകൾ, ചിന്താമൃതം. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ. അഞ്ചു വയസ്സുവരെ കുട്ടികളെ വളരെ സ്നേഹിച്ചു വളർത്തണം. 5 വയസ്സ് മുതൽ 15 വയസ്സുവരെ ശാസിച്ചു വളർത്തണം. 15 വയസ്സ് മുതൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം നൽകി വളർത്തേണ്ട സമയമാണ്. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കാലം കൊണ്ടാണ് ജീവിതത്തിന്റെ അടിസ്ഥാനം രൂപപ്പെടുന്നത്. അപ്പോൾ നല്ലപോലെ ശാസനം നൽകിയാൽ മാത്രമേ അവരെ നേർവഴിക്ക് നയിക്കുവാൻ കഴിയൂ. ജഗദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയുടെ വാക്കുകളിലൂടെ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുവാൻ നമുക്കാകട്ടെ. പുതിയ റിലീസ് ചിത്രങ്ങളുടെ വിശേഷങ്ങൾ, ഏറ്റവും പുതിയ പാട്ടുകൾ, ട്രെയിലേഴ്സ്, ഫിലിം റിവ്യൂസ്, അങ്ങനെ പുതിയ സിനിമകളെക്കുറിച്ച് അറിയേണ്ടതെല്ലാം ഒരൊറ്റ കാഴ്ചയിൽ.
ബാൽക്കണി എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്ക്. It's showtime. ഭക്തി എന്നതിന് പലതരം ഘട്ടങ്ങളുണ്ട്. ഓരോ വ്യക്തിക്ക് ജ്ഞാനം ലഭിക്കുന്നതിനനുസരിച്ച് ഭക്തിയുടെ ഭാവങ്ങൾ മാറുന്നു. നാം ഇത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ അനുഭവിക്കുന്ന ഭക്തിയൊന്ന്, പക്ഷേ ഭക്തിയുടെ പല തലങ്ങളെ മനസ്സിലാക്കി കഴിയും, പരമാത്മ ചൈതന്യത്തെ മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ ക്ഷേത്രങ്ങൾ ഏതുമില്ലാതെ തന്നെ ഈ പ്രപഞ്ചത്തിലെ സകലതിലും ഈശ്വരനെ കാണുവാനാകുന്ന അവസ്ഥ മറ്റൊന്ന്. ഇങ്ങനെ പല അവസ്ഥകളിൽപ്പെട്ടവരും രാമായണം പാരായണം ചെയ്യാറുണ്ട്. രാമായണ പാരായണം ചെയ്യുന്നതിലൂടെ ഒരു മനുഷ്യജന്മത്തിൻ്റെ ധർമ്മവും കർമ്മവും വ്യക്തമായി മനസ്സിലാക്കുവാൻ വേണ്ടി പാരായണം ചെയ്യുന്നവരുണ്ട്. അവരവരുടെ ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങളെ ഇല്ലാതെയാക്കുവാൻ വേണ്ടി രാമായണം പാരായണം ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ പലതരം പാരായണത്തിന് പലതരം അർത്ഥതലങ്ങളുണ്ട്. ഏതായാലും ഒരു വ്യക്തിക്ക് അത് മനസ്സമാധാനം നൽകുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ അറിവ് നൽകുന്നിടത്തോളം കാലം ആ പാരായണം ഉചിതമായി തീരുന്നു. ഭക്തിയുടെ ആ ഒരു ഘട്ടത്തെ, അതായത് അവനവൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങൾ മാറ്റുവാൻ വേണ്ടി രാമായണം പാരായണം ചെയ്യുമ്പോൾ പല കാണ്ഡങ്ങൾക്കും പ്രത്യേകതകളുണ്ട്. ബാലകാന്ഡം പാരായണം ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ദോഷങ്ങൾ, സത്സന്താന ലബ്ധി ഉൾപ്പെടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ദോഷങ്ങളെല്ലാം മാറുന്നു, സത്സന്താന ലബ്ധിയും ലഭിക്കുന്നു എന്നൊക്കെ വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ അയോധ്യാകാന്ഡത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു ഘട്ടത്തിലാണ് നാം നിൽക്കുന്നതെങ്കിൽ, ജീവിതത്തിലെ ഒരു പ്രത്യേക അവസ്ഥ, അത് തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു ഘട്ടമാണെങ്കിൽ അയോധ്യാകാന്ഡം പാരായണം ചെയ്യുന്നതോടുകൂടി അത്തരമൊരു തീരുമാനമെടുക്കുവാനുള്ള പ്രാപ്തി നമുക്കുണ്ടാകുമെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇതിൽ ആരണ്യകാന്ഡം ആത്മവിശ്വാസത്തിൻ്റെ ഘട്ടമാണ്. നമുക്കെതിരെ വരുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും നേരിട്ട് മുന്നോട്ട് പോകുവാനുള്ള പ്രാപ്തി നൽകുന്നു ആരണ്യകാന്ഡമെന്ന് വ്യക്തം. ആരണ്യകാന്ഡം പാരായണം ചെയ്യുകയാണ് നാം ഇപ്പോൾ. അതിൽ തന്നെ പ്രത്യേകമായ ഓരോ ഘട്ടത്തിലേക്ക്, മാരീച നിഗ്രഹം ഉൾപ്പെടെ, രാവണ മാരീച സംവാദവും മാരീച നിഗ്രഹവും ഉൾപ്പെടെയുള്ള ഘട്ടത്തിലേക്ക് പാരായണം ചെയ്യുകയാണ് ഇന്ന്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമഃ. പൂജിച്ചു യഥാവിധി മാനിച്ചു ദശകണ്ഠൻ, യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീചനും, എന്തൊരാഗമനമിതേകനായി തന്നെയൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ, നല്ലതു വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ, ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ, നല്ലതു വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ, ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായമെന്നിയെ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും, മാരീചവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാൻ, ആരുമില്ലെനിക്കു നിന്നെപ്പോലെ മുട്ടും നേരം, സാകേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൽ, രാമലക്ഷ്മണന്മാർ എന്നിരുവരിതുകാലം കോമളഗാത്രിയായോരങ്കനാരത്നത്തോടും
ദണ്ഡകാരണ്യേ വന്നു വാഴുന്നിതവർ ബലാൽ എന്നുടെ ഭഗിനിതൻ നാസികാകുജങ്ങളും കർണവും ഛേദിച്ചതു കേട്ടുടൻ കരാദികൾ ചെന്നിതു 14,000 അവരെയും നിന്നു താൻ ഏകനായിട്ടെതിർത്തു രണത്തിങ്കൽ കൊന്നിതു 3.25 നാഴിക കൊണ്ടു രാമൻ തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവനതിന്നു നീ ഹേമവർണം പൂണ്ടൊരു മാനായി ചെന്നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ വാമഗാത്രിയെ അപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ നീ മമ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടും ഇല്ല സംശയമേതും നിർമ്മിതമായ കനകമൃഗം കണ്ടു മായാസീതയും രാമചന്ദ്രനോടുര ചെയ്താൾ ഭർത്താവേ കണ്ടീലയോ കനകമയമീ മൃഗം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം പേടിയില്ലിതിന്നേതും എത്രയും അടുത്തു വന്നിടുന്നു മരുക്കമുണ്ടെത്രയുമെന്നു തോന്നും കളിപ്പാനതിസുഖം ഉണ്ടിതു നമുക്കിങ്ങു വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു നൂനം മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപദേ മൈഥിലി വാക്യം കേട്ടു രാഘവനരുൾ ചെയ്തു സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം സീതയെ അവൾക്കൊരു ഭയവും ഉണ്ടാകാതെ യാതുധാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ അടുത്തു ചെല്ലും നേരം വേഗത്തിലോടിക്കളഞ്ഞടുത്തുകൂടാ എന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തുവരും അപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും പടുത്തമോടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെ ഒട്ടു ദൂരത്തായി അതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിന്നേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവനൊരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ പൊന്മാനും അതുകൊണ്ടു ഭൂമിയിൽ വീണ നേരം വന്മല പോലെയൊരു രാക്ഷസവേഷം പൂണ്ടാൻ ജീവിതം തന്നെ ദുഃഖമായവർക്ക് സാന്ത്വനമായി ജീവിതം ചോദ്യചിഹ്നമായവർക്ക് ഉത്തരമായി ജീവിതം വഴിമുട്ടിയവർക്ക് വഴികാട്ടിയായും ആശ്രയവുമായി
കഥയല്ലത് ജീവിതം 1500 എപ്പിസോഡുകൾ പിന്നിട്ടു. 7 വർഷമായി ജൈത്രയാത്ര തുടരുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:30. മാരീചൻ രാവണനെ ഉപദേശിക്കുന്നു. രാവണൻ്റെ ചെയ്തിയിൽ എത്രയെത്ര പേർ ഉപദേശം നൽകുന്നുണ്ട്. കുംഭകർണൻ, വിഭീഷണൻ. എന്നിട്ടും തൻ്റെ കർമ്മത്തിൽ നിന്ന് പുറത്തേക്ക് പോകുവാൻ അല്ലെങ്കിൽ കർമ്മത്തിൽ നിന്ന് പിന്തിരിയുവാൻ, താൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കുവാൻ രാവണൻ തയ്യാറാകുന്നേയില്ല. ഈ രാവണനെ അറിഞ്ഞുകൊണ്ട്, രാവണൻ എന്നത് മനസ്സിൽ ജീവിക്കുന്നു, നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, രാവണൻ 10 തലയോടുകൂടി വർദ്ധിത വീര്യത്തോടു കൂടിയാണ് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നേരെ എതിരെ രാമനും ലക്ഷ്മണനും മാത്രമാണ് ഒരു അമ്പും വില്ലും കൊണ്ടാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് യുദ്ധത്തിൻ്റെ വലിയ പ്രാധാന്യം മനസ്സിലാക്കുവാനാകും. മാത്രമല്ല രാവണനെ എങ്ങനെയാണ് രാമൻ തോൽപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനുമാകും. ഈ മനസ്സിലാക്കലാണ് രാമായണ പാരായണത്തിലൂടെ വ്യക്തമായും നാം നേടിയെടുക്കേണ്ടത് എന്നറിഞ്ഞുകൊണ്ട് രാമായണ തത്വങ്ങളെ ഒന്നുകൂടി അടുത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. രാമായണത്തിൽ ഹൃദയദ്രവീകരണ ശക്തിയുള്ള ധാരാളം മുഹൂർത്തങ്ങൾ ഉണ്ട്. അത്തരം മുഹൂർത്തങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ടാണ് ആ ഗ്രന്ഥം നിലനിൽക്കുന്നത്. വൻ തുക കൊടുത്ത് ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്നു. ചിലപ്പോൾ പിറ്റേ ദിവസം അതിൽ എന്തുണ്ടായി എന്ന് വെച്ചാൽ ഓർമ്മയില്ല. ഒരു സിനിമയുടെയും കഥ ഓർമ്മയില്ല. പക്ഷെ പണ്ടത്തെ ചില സിനിമയുടെ കഥ നമുക്ക് ഓർമ്മയിൽ നിൽക്കാനുള്ള കാരണം ഹൃദയത്തെ മതിക്കുന്ന നിമിഷങ്ങളുണ്ടതിൽ. അതെക്കാലവും നിലനിൽക്കും. രാമരാവണ യുദ്ധം എത്ര പേര് മരിച്ചു, എത്രയോ നിരപരാധികൾ മരിച്ചു. ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. അവരിപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടല്ല. രാമൻ യുദ്ധം ചെയ്യാനായിട്ട് വന്നപ്പോൾ വിഭീഷണൻ അടുത്തുണ്ട്. നല്ല പോലെ അഭ്യാസിയായിട്ടുള്ള സുന്ദരനായൊരു യുവാവ് രാമനെ നേരിടാനായിട്ട് വന്നു. ആ ചെറുപ്പക്കാരൻ്റെ ഓരോ ചലനവും രാമൻ ഇഷ്ടപ്പെട്ടു. രാമൻ വിചാരിച്ചു, അവിടെ നിൽക്കേണ്ടവനല്ലല്ലോ ഈ പയ്യൻ, എൻ്റെ കൂടെ ഇങ്ങോട്ട് വരേണ്ടവനായിരുന്നല്ലോ, അവിടെ ആയിപ്പോയല്ലോ. അങ്ങനെ ആ അഭ്യാസം, ഏത് അഭ്യാസവും രാമൻ്റെ അടുത്ത് പറ്റില്ല. രാമബാണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറം ഒന്നും ഇല്ല. ചില രോഗങ്ങൾക്ക് ഒടിവ് കൊടുക്കുന്ന മരുന്നിൻ്റെ പേര് ആയുർവേദത്തിൽ രാമബാണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറമില്ല എന്നാണ്. അപ്പം ആ രാമന് ഇതൊരു കൗതുകമായിട്ടാണ് തോന്നുന്നത്. ചെറുപ്പക്കാരൻ നല്ല രീതിയിൽ യുദ്ധം ചെയ്യുന്നുണ്ട്. ആ നല്ല രീതിയിൽ യുദ്ധം ചെയ്യുമ്പോൾ വിഭീഷണൻ ഇപ്പുറത്തുണ്ട്. വിഭീഷണൻ പറഞ്ഞു, വേഗത്തിൽ യുദ്ധം തീർക്കൂ, അവനെ നിഗ്രഹിക്കൂ, വേഗാവട്ടെ വേഗാവട്ടെ. ആ സമയത്ത് ഇതാരായി ചെറുപ്പക്കാരൻ എന്നറിയാനുള്ള ജിജ്ഞാസ കൊണ്ട് രാമൻ ചോദിച്ചു, അല്ല ആ ചെറുപ്പക്കാരൻ ആരാ? വർത്തമാനം പറഞ്ഞു നിൽക്കാൻ നേരമില്ല, നമുക്കിപ്പോൾ ധർമ്മം ജയിക്കണം, യുദ്ധം വേഗം തുടരുക. വീണ്ടും തുടരും. ധൃതി കൂട്ടുകയാണ് വിഭീഷണൻ. ധർമ്മം ജയിക്കട്ടെ എന്നാണ് പറയുന്നത്. രാമൻ പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ ആരായിരുന്നാലും ശരി, ഗ്രാമീണ ഭാഷയെ പറഞ്ഞാൽ നല്ല അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ ചെറുപ്പക്കാരൻ, ഒരു തറവാടിയാണ്, മിടുക്കനാണ് ആ കുട്ടി. വേഗാവട്ടെ, ഇവിടെ ധർമ്മം ജയിക്കണം. വിഭീഷണൻ പറയാം. അമ്പ ചെയ്തു. ആ ചെറുപ്പക്കാരൻ മരിച്ചു വീണു.
തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് വിഭീഷണൻ കരയുന്നതാണ്. ആ ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് ഓടിച്ചു. ഇതാരാന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മകനാണ്. എനിക്ക് ധർമ്മം ചെയ്യിക്കണം. സ്വന്തം മകനല്ലേ, ദുഃഖമുണ്ട്, കണ്ണുനീര് വരുന്നുണ്ട്. പക്ഷെ മകൻ നിൽക്കുന്നത് അധർമ്മത്തിൻ്റെ പാതയിലാണ്. ഞാൻ വിഭീഷണനാണ്. ജനിച്ചതിന് ശേഷം ധർമ്മത്തിൻ്റെ പാതയിൽ നിന്നിട്ടുള്ളൂ. അങ്ങനെ ധർമ്മത്തിൻ്റെ പാതയിൽ നിൽക്കുന്ന കുറേ പേരുണ്ട്. അത് ശരിയല്ലല്ലോ, അതങ്ങനെ വേണ്ട, അങ്ങനെ കള്ളം പറഞ്ഞിട്ടൊരു കാര്യം വേണ്ട എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഇപ്പോഴും ധാരാളം ഉണ്ട്. രാമൻ പറഞ്ഞു, വിഭീഷണനാണ് എന്നെ പഠിപ്പിച്ചത് ധർമ്മം എത്ര വലുതാണ് എന്ന്. നമുക്ക് നിത്യജീവിതത്തിലേക്ക് വരാം. രാവണൻ തന്നെ ധർമ്മവും അധർമ്മവും കണക്കാക്കിയാൽ അത്ര വലിയ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടോ? പാർവതി ചോദിച്ചു ശിവനോട്, രാവണൻ ഇത്ര കഴിവ് മിടുക്കൊക്കെയുള്ള രാവണ പന്ത സീതയെ തട്ടിക്കൊണ്ടുവന്നു എന്നിപ്പോൾ വലിയൊരു കുറ്റമായിട്ടൊന്നും പറയരുത്. ചക്രവർത്തിയാണ്. ചക്രവർത്തിക്ക് എന്ത് നിശ്ചയിക്കാമെന്നുള്ളത് അന്നത്തെ നിയമമാണ്. നിയമത്തിൽ പറയാത്ത ഒന്നും ചെയ്തിട്ടില്ല രാവണൻ. ഇപ്പോഴത്തെ നിയമം മാറിയിട്ടുണ്ടായിരിക്കാം. ഒരു ചക്രവർത്തിക്ക് ഓർഡർ ഇടാൻ പാടില്ലാത്ത ഒന്നുമില്ല. നമുക്ക് വീടുണ്ടോ? എയർപോർട്ട് വരെ വീട് കൊടുക്കണ്ടേ? ഏത് കാര്യത്തിനും ആർക്കും ഓർഡർ കൊടുക്കാമല്ലോ. കയ്യിൽ കെട്ടിയ വാച്ച് പോലും നമ്മുടെ അല്ല. ഈ വാച്ച് വേണമെന്ന് പറഞ്ഞിട്ട് കളക്ടർ ഓർഡർ ഇട്ടാൽ വാച്ചാ കൊടുക്കേണ്ടി വരും. നമ്മുടെ അതൊക്കെ. അപ്പോൾ രാവണൻ എന്ത് തെറ്റാ ചെയ്ത്? പാർവതി ചോദിച്ചു. പാർവതി എന്ന് പറഞ്ഞാൽ പവർ, നമ്മുടെ ഇടത് മസ്തിഷ്കം, നമ്മുടെ യുക്തിചിന്ത, മസ്തിഷ്കത്തിൻ്റെ മറുഭാഗത്തോട് ചോദിക്കുകയാണ്, എന്താ പത്രത്തോട് ഇത്? ശിവൻ പറഞ്ഞു, ഇതൊന്നും ഇപ്പോൾ ഒരു തെറ്റാന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ. രാവണൻ ഇപ്പം ചെയ്ത ഈ തെറ്റുകളൊന്നും തെറ്റല്ല. പക്ഷേ ഇത്രയും വലിയ ശിക്ഷ കിട്ടാൻ കാരണം ഇത് ചെയ്തതിനുള്ളതല്ല. ഏത് വേഷം കെട്ടിയിട്ടാണ് സീതയുടെ അടുത്തേക്ക് പോയത്? കാഷായ വസ്ത്രം. അതിനെ ദുർവിനിയോഗം ചെയ്ത വ്യക്തികൾക്ക് കനത്ത ശിക്ഷ കിട്ടും. രാവണൻ ചെയ്ത തെറ്റ് ഒരു കള്ളസന്യാസിയെ ഉണ്ടാക്കി. പിന്നെ ശങ്കരാചാര്യൻ തന്നെ പറഞ്ഞല്ലോ, കള്ളസന്യാസിമാരുടെ പരമ്പരയുണ്ട്. ആ പരമ്പര എക്കാലവും തുടരുന്നില്ലേ? ഇതിനാദ്യമായിട്ടൊരു മാതൃക പാര കാണിച്ച് രാവണൻ. പിന്നെ എത്ര പേരിപ്പോൾ ഈ കാഷായ വസ്ത്രം അങ്ങോട്ട് ധരിച്ചാൽ എത്ര സുരക്ഷിതം എന്നൊരു ധാരണ ഉണ്ടാക്കിയില്ലേ? സന്യാസ വേഷം കെട്ടി ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി സന്യാസി അല്ലാത്ത ആൾ. സന്യാസിയെപ്പോലെ നമുക്ക് ജീവിക്കാം. കാഷായ വസ്ത്രം ധരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ആ വസ്ത്രം കൂടി ശരീരത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഗുണം ഉണ്ടാകണം. അപ്പോൾ കള്ളസന്യാസിയുടെ രൂപത്തിലല്ലാതെ വന്നിട്ടാണ് സീതയെ കട്ടുകൊണ്ടുപോയതെങ്കിലോ എന്ന ചോദ്യം പാർവതി ചോദിച്ചിട്ടില്ല. രാമായണ കഥയിൽ അതിനല്ല പ്രസക്തി. ചില വലിയ തത്വങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ആണ്. രാവണൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് കാഷായ വസ്ത്രം ധരിച്ച് ഒരു കള്ളസന്യാസിയായി മാറി എന്നത്. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ ഉദയാമൃതം ഇവിടെ ഇങ്ങനെ പൂർണ്ണമാവുകയാണ്. ഇന്ന് നേടിയെടുത്ത എല്ലാ നല്ല ചിന്തകളും മനസ്സിനെ ഉണർത്തുന്നതാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർക്കിടകത്തിൻ്റെ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെ ചൈതന്യത്തോടുകൂടി രാമതത്വങ്ങളോടുകൂടി അറിഞ്ഞും പറഞ്ഞും കണ്ടുമുട്ടാം. നമസ്കാരം. ത്രേതായുഗത്തിൻ സൗഭാഗ്യതാരമായി സാകേതം തന്നെ
മണ്ണിൽ വന്ന പ്രേമ സ്വരൂപനാകും ശ്രീരാമനാമം ജപിക്കാം. ശ്രീരാമ രാമ ശ്രീരാമപാദം നമിക്കാം. ശ്രീരാമ രാമ ശ്രീരാമപാദം നമിക്കാം.